പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു പോയവർ വികാരങ്ങൾക്കടിപ്പെട്ടവരാണെന്ന് പി.ജെ. ജോസഫ്. മോൻസ് ജോസഫിനെതിരായ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പി.ജെ. ജോസഫ് പറഞ്ഞു. ഇതിനിടെ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നവും ഇന്ന് രാജിവെച്ചു. മോൻസ് ജോസഫിന്റെ അപ്രമാദിത്യം അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് ജോസഫ് വിഭാഗം സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രസാദ് ഉരുളികുന്നം ഉൾപ്പെടെ 5 പേർ രാജി നൽകിയത്. അല്ല, ഞാൻ രാജിവെച്ചതെന്നാന്ന് ചോദിച്ചാൽ ഈ പാർട്ടിയിൽ ഒട്ടനവധി പീഡനങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ പൊയ്ക്കൊണ്ടിരുന്നത്. ഈ പാർട്ടിയിൽ മോൻസിന്റെ ഒരു അപ്രമാദിത്യമാണ് നടക്കുന്നത്. ഞാൻ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയാണ്. പക്ഷെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ എന്ന നിലയിൽ ഞാൻ വിളിച്ചാൽ പുള്ളി ഫോൺ എടുക്കില്ല. ഞാൻ സംഘടനാ കാര്യങ്ങൾ സംസാരിക്കാനാണ് ഫോൺ വിളിക്കുന്നത്. പി.ജെ. ജോസഫിന്റെ പ്രതികരണം ഇങ്ങനെ: ഇല്ലില്ല, അങ്ങനെ അതിന്റെ പേരിൽ ആരും പോയിട്ടില്ല. ചില വികാരപ്പെട്ടു പോയി എന്നതിനപ്പുറത്ത് അതിലൊന്നുമില്ല. അടിസ്ഥാനമുള്ള ഒരു കാര്യമില്ല. വന്നാൽ സ്വീകരിക്കത്രേ ഉള്ളൂ. തനിക്കെതിരായ ആരോപണങ്ങൾ മോൻസ് ജോസഫും തള്ളി. സജിയല്ല ആര് പാർട്ടി വിട്ടാലും അത് നല്ലതല്ല. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി ഞങ്ങളൊക്കെ ഇപ്പോൾ ആഗ്രഹിച്ചുകൊണ്ടാണ്. എന്തുകൊണ്ടാണ് നമുക്കാർക്കും അറിയത്തില്ല. അദ്ദേഹം ഒരു പരാതി ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല. ഇതുവരെ സജി ആരോടും ബന്ധപ്പെട്ടിട്ടില്ല. പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യും? അപ്പോൾ ഇതൊക്കെ എല്ലാം സഹായിച്ചു. അപ്പോൾ അതുകൊണ്ട് സജി പോയതിൽ ഞങ്ങൾക്ക് വിഷമേ ഉള്ളൂ. സജി തിരിച്ചു വന്നാൽ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യും. പാർട്ടിയിൽ നിന്ന് പോയവരെല്ലാം തിരികെ വരികയാണെന്നായിരുന്നു ജോസ് കെ മാണി വിഭാഗത്തിന്റെ പ്രതികരണം. അങ്ങനെ ചിന്തിച്ചവരൊക്കെ മടങ്ങി വരുന്നൊരു രാഷ്ട്രീയ പശ്ചാത്തലം ഇവിടെ മാത്രമല്ല, കേരളമെമ്പാടും കാണാം. ഇതിനിടെ ജോസ് കെ മാണിക്കൊപ്പം ഉണ്ടായിരുന്ന മുതിർന്ന നേതാവ് PM മാത്യു UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിന്റെ കൺവെൻഷനിൽ പങ്കെടുത്തു. KM മാണിയുടെ സ്മൃതിദിനത്തിൽ ജോസ് കെ മാണിയും പാർട്ടി നേതൃത്വവും കല്ലറയിലെത്തി പ്രാർത്ഥന നടത്തി. പിന്നാലെ P.J. ജോസഫും സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജും എത്തി. ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് രാജിവെച്ച സജി മഞ്ഞക്കടമ്പിലും പ്രസാദ് ഉരുളികുന്ന അടക്കമുള്ളവരും കല്ലറയിലെത്തി പ്രാർത്ഥിച്ചു. റിപ്പോർട്ടർ, കോട്ടയം.